ഹൈ ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. കുറേ ദിവസമായി റെസിപ്പി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് റംസാൻ സീരീസിലെ 14ാമത്തെ റെസിപ്പിയാണ് കേട്ടോ. ചട്ടിപ്പത്തിരിയാണ്, സ്വീറ്റ് ചട്ടിപ്പത്തിരി. അപ്പോൾ സ്വീറ്റ് ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. എഗ്ഗ് വെച്ചിട്ടാണ് ഞാനിതിൻ്റെ ഫില്ലിങ്സ് ചെയ്യണത് കേട്ടോ. അതിനായിട്ട് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എഗ്ഗിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യണത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ എഗ്ഗൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച എഗ്ഗ് ഇട്ടിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കുക കേട്ടോ. എഗ്ഗ് ചിക്കണയിൽ കൂടുതൽ ഷുഗർ വേണ്ടിയവർക്ക് ഷുഗർ ആഡ് ചെയ്യട്ടെ. ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എഗ്ഗൊക്കെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ആ സെയിം ഇതിൽ തന്നെ അണ്ടിപ്പരിപ്പും ബദാമും വാൾനട്ടും ചെറുതായ പീസസാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. അപ്പോൾ അത് മൂത്ത് വന്നാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കണ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ചെറുതായിട്ടൊന്നൊരു ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം കേട്ടോ, ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയിലൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഷുഗർ ഞാൻ പറയണ പോലെ കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കി വെച്ച എഗ്ഗ് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഫില്ലിങ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദോശ ഉണ്ടാക്കണം. അത് ഞാൻ മൈദമാവ് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കണത്. അതിനൊരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട, പിന്നെ ഒരു നുള്ളു ഉപ്പ്, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ സാധാ ദോശമാവ് ഉണ്ടാക്കണം അതേ ബാറ്റർ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കിത് ഇന്ന് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് മൈദമാവിൽ നിന്ന് 4 ദോശയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഈ ഒരു വലുപ്പം വരും. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഇതുപോലെ ഓരോന്ന് ചുട്ടെടുക്കുക കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദോശ ഡിപ്പ് ചെയ്യാനൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക. ദോശ ഇതിൽ ഡിപ്പ് ചെയ്യാനുള്ള രീതിയിൽ വേണം കേട്ടോ ഈ ബാറ്റർ റെഡിയാക്കാൻ. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ഏത് പാനിലാണ് കുക്ക് ചെയ്യണത് ആ പാനിൽ ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരേ ദോശയും നമ്മൾ ഈ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദോശ ഞാൻ ഇങ്ങനെ ബാറ്ററിൽ മുക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ്സില്ലേ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് സൈഡിലേക്കാക്കി ഇടരുത്, സെൻട്രൽ പോർഷനിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ടിങ്ങനെ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത ദോശ ഇതേപോലെ എഗ്ഗിൽ മുക്കിയിട്ട് അതിന് മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം സെൻറ്റർ പോർഷനിലാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ എല്ലാ ഭാഗത്തേക്കും ഫില്ല് ചെയ്യണ രീതിയിൽ ഇട്ട് കൊടുക്കണം. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ അടുത്ത ദോശ എഗ്ഗിൽ മുക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഈ ഫില്ലിങ്സ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കും. അങ്ങനെ ടോട്ടൽ 3 ലെയറാക്കിയിട്ടാണ് ഞാൻ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ഇത് 3ാമത്തെ ലെയറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ദോശ എഗ്ഗിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 4ാമത്തെ ദോശ ഞാൻ എഗ്ഗിൽ മുക്കിയിട്ട് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി വരുന്ന ആ എഗ്ഗ് അതിൻ്റെ സൈഡിലും സെൻറ്ററിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് കഴിഞ്ഞ് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം. ഈ ചട്ടിപ്പത്തിരിയൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അടിയിലൊരു പാൻ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളെ ചട്ടിപ്പത്തിരി റെഡിയായി നോക്കാം. ഒരു സൈഡ് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേറൊരു പാനിലോട്ട് മറിച്ചിട്ടിട്ട് അതിൻ്റെ മറ്റേ സൈഡും കൂടിയും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്വീറ്റ് ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സെർവ് ചെയ്യുന്ന പ്ലേറ്റിലിട്ട് മാറ്റി വെക്കാം നമുക്കത്. എന്നിട്ടിത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഫ്താറിന് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചെറിയ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. മധുരത്തിലാണല്ലോ നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.